ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടോപ്പാണ്, ചുരിദാറിൻ്റെ ടോപ്പ്. സിമ്പിളായിട്ട് എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ 15 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ നേരെ ഹാഫാണ് എടുത്ത് ചെയ്യുക. 15 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴേക്കും നമ്മൾ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെങ്ത് പിടിച്ച് നോക്കുക, ഇവിടെ മാർക്ക് വരുന്നത് 7.5 തന്നെയാണോ നോക്കുക. എന്നിട്ട് മോളിൽ നിന്ന് താഴത്തേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെയും 7.5 നോക്കി നമ്മളിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് ആം ഹോൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ് നോക്കുന്നത്. വേസ്റ്റ് ലെങ്ത്ത് നോർമലി ഒരു 13.5 ഇഞ്ചാണ് എല്ലാവർക്കും വരിക. ഇനി നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു 14 ഇഞ്ചോ 14.5 ഇഞ്ചോ അത് ഹൈറ്റിനനുസരിച്ച് എടുക്കുക. സാധാരണ നമുക്കൊരു 13.5 ഇഞ്ച് എല്ലാവർക്കും കറക്റ്റായിരിക്കും. ഇനി വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ 4/1 ഭാഗം കാണുക. അപ്പോൾ 4/1 ഭാഗം കാണുമ്പോൾ നമുക്കത് 8 കിട്ടും. വല്ലാണ്ട് ലൂസിട്ട് കൊടുക്കണില്ല, അവർക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ ആ 8 തന്നെയാണ് അവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി അതിന് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് ആണ് നോക്കേണ്ടത്. ഹിപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 21 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 21 ഇഞ്ചിൽ ഹിപ്പ് 44ആണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 11 ഇഞ്ച്. ആ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റ് ഇട്ട് മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് മാത്രമേ നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 3/4 ഇഞ്ച് കൊടുത്താലും മതി. സ്ലിറ്റിന് വീതി കുറവ് മതിയെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് കൊടുത്താലും മതി. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ ഒപ്പം മാത്രമേ നമ്മൾ അളവിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടും. ഇപ്പോൾ ഇവരുടെ ചെസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. 36 എന്ന് പറയുമ്പോൾ അതിൻ്റെ 4/1 ഭാഗം 9 ഇഞ്ചാണ് വരിക. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിടണം. 1 ഇഞ്ചേ കൂട്ടേണ്ട ആവശ്യമുള്ളൂ. വല്ലാണ്ട് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു 1.25 ഇഞ്ചൊക്കെ കൂട്ടി കൊടുക്കാം. അല്ല ഒരു നോർമൽ ആളാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നതും 1.5 ഇഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്യണം. അതിനു മുൻപ് ഞാൻ ആം ഹോളും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ജോയിൻ ചെയ്യുന്നുള്ളൂ. കാരണം ചിലർക്ക് ആം ഹോള് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും. ചിലരുടെ ആം ഹോളും ഷോൾഡർ സൈസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 15 ഇഞ്ചാണെങ്കിലും ഈ ചേച്ചിക്ക് ആം ഹോൾ കർവ് എന്ന് പറയുന്നത് 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചിലപ്പോൾ കുറച്ച് ഇറക്കി എടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ ടോട്ടൽ ലെങ്ത്ത് നോക്കുക, 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3.25. ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ആം ഹോൾ വരച്ചു കൊടുത്ത് നോക്കുകയാണ്. ഇങ്ങനെ ആം ഹോൾ വരച്ചെടുക്കാം. അതല്ലെങ്കിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ആം ഹോള് നമ്മൾ അളന്ന് നോക്കുകയാണ്. ഇതാ ഈ ചെരിച്ച് മാർക്ക് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് വേണം അളക്കാനായിട്ട്. ഇവിടെ നമുക്ക് 8.25 കിട്ടുന്നുള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ ആ ചേച്ചിയുടെ ആം ഹോൾ, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ ആം ഹോള് 17 ഇഞ്ചാണ്. അപ്പോൾ ആ 17 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇങ്ങനെ ചെയ്യേണ്ടി വരില്ല, ചിലർക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ. ചിലർക്ക് ആം ഹോളും ഷോൾഡറും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കട്ടിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടും. ഇൻ കേസ് നമുക്കത് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 8 വന്നു. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. 9 + 1 10 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടും. എട്ടേ 3/4 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 8.5 ഇഞ്ചാണ് നമുക്ക് സീം അലവൻസ് വേണ്ടത്. ഇനി നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആം ഹോൾ കിട്ടും. നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആം ഹോൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോഡി പാർട്ട് ലൂസാവും. അപ്പോൾ ആം ഹോൾ കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നിന്ന് വേസ്റ്റിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടേക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ സീം അലവൻസ് കൊടുത്തേക്കണത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ്, അങ്ങനെ പോയിന്റ് പോലെ നിർത്തണ്ട, ഒന്ന് ജസ്റ്റ് കർവായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇനി ഇത് ലൈനിങ് പാർട്ടാണ്. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 44 ഇഞ്ചാണ്. ഞാനൊരു 3 ഇഞ്ച് കുറച്ച് 41 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. 13.5 എടുത്താലും മതി, 13.5 14 ഒക്കെ നമുക്ക് എടുക്കാം. ചിലർക്ക് നന്നായി ഒതുങ്ങി കിടക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത ഹിപ്പ് റൗണ്ട് എത്രയാണോ അത് തന്നെ നേരെ താഴേക്ക് കൊടുത്താൽ മതി. ഇത് കുറച്ച് പ്രായമുള്ള ചേച്ചി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ മാർക്ക് ചെയ്തോടത്തേക്ക് നമ്മൾ വരയ്ക്കുന്നത് ഈ ഹിപ്പ് റൗണ്ടിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പോർഷനും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. സാധാ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നു. 5.5 ഇഞ്ച്. അത് ലെങ്ത്ത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അധികം ഇറക്കം വേണ്ട, അതുകൊണ്ട് 5.5 ഇഞ്ച്. ചിലർ 6 വരെ എടുക്കുന്നവരുണ്ട്. 3 ഇഞ്ചിൽ ഞാനിതുപോലൊരു ബോക്സ് ആക്കി കൊടുത്തേക്കാണ്. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടൊരു ഷേപ്പ് കൊടുക്കുന്നു, ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി ബാക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നുള്ളൂ. 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ബോക്സ് ആക്കുകയാണ്. ഇനി നമ്മളത്
ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ, വെറുതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ലൈനിങ് മാത്രം വെച്ചിട്ട്. ഇനി നമ്മൾ മുകളിൽ ഇവിടെ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഇതോടൊപ്പം നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടെ ഒന്ന് വരച്ച് വെക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇവിടെയും കുഴിച്ചൊന്ന് ചെറുതായിട്ട് കുഴിച്ചു വെട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും ചിലർക്ക് ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ ഈ ആം ഹോളിൻ്റെ അവിടെ. അപ്പോൾ ഒരു കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ആ ചുളുക്ക് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ കയറ്റി വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈക്കുഴിയൊക്കെ നിന്നോളും. ഇത് സ്വല്പം ഇങ്ങോട്ട് കയറ്റി വെച്ച് നമ്മളിങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ബാക്ക് ആം ഹോൾ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പം ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക്, ഫ്രണ്ട് ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇത് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ബാക്കും ഫ്രണ്ടും കൂടെ ഒക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഡിസൈനുള്ള പാർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മളിതാ ഇവിടെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുകയാണ്. താഴത്തെയും ബാക്കും ഫ്രണ്ടും നമുക്ക് ആം ഹോളൊക്കെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അതുപോലെ ഈ ബാക്കിലേക്കും ഇതാ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ബാക്കിലും നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കണം അതേ അളവുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഹിപ്പിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും മുകളിൽ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അത് തമ്മിൽ നമുക്കൊന്ന് വരച്ച് വയ്ക്കാം. ഇനി ഇതേ ഈ വരച്ചിരിക്കുന്ന ഈ വരയിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ ചുരിദാർ ഉണ്ടാവും. ഈ വരച്ചിരിക്കുന്ന ഈ വര ഇത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതേ വരയിലൂടെ തന്നെ നമ്മൾ അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ നടുക്കിൽ മാത്രമായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് പോർഷൻ ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ 4ആയി മടക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടാണ് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ തുണി വേസ്റ്റായി പോകും. നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സ്ലീവ് ഇത്തിരി ലെങ്ത്തിലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോർഷനേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് 2 ഇതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ആദ്യം ഈ തുണിയുടെ സെൻറ്റർ പോർഷൻ നമ്മൾ നോക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വേണം നമ്മളിത് മടക്കി തയ്ക്കാൻ, അല്ലെങ്കിൽ മടക്കി ഇടാനായിട്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ കഴുത്ത് തയ്ച്ച് വരുമ്പോൾ ഡിസൈൻ ഒരു സൈഡിലേക്ക് നീങ്ങി നിൽക്കും. അപ്പം ഞാനിതിവിടെ അങ്ങോട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിന്ന് കുത്തി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത് ഈ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുകയാണ്. ഇതിൽ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതാ ഇവിടെ നമുക്കൊന്നിങ്ങനെ വരച്ചു കൊടുക്കണം. ലൈനിങ് അത്രേ വരുന്നുള്ളൂ. അതിൻ്റെ അവിടുന്ന് താഴേക്കുള്ള ഭാഗം നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്, നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒട്ടും തുണി എക്സ്ട്രാ കൊടുക്കൊന്നും വേണ്ട. ഈ കറക്റ്റ് അളവിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടിയെടുക്കുകയാണ്. ഇതാ ആ മാർക്കിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ നമ്മളിതാ ഇപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ മടക്കി വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തുണി മൊത്തത്തിൽ വിരിച്ചിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചായിരുന്നു. ആ ഒരളവിൽ തുണി മടക്കിയെടുക്കുക. അപ്പം അത്രയും തുണി നമുക്കവിടെ സീം എലവൻസിനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പീസ് ഡിസൈൻ ചെയ്യാനായിട്ടോ ഒക്കെ നമുക്ക് അവിടുന്ന് ബാലൻസ് തുണി കിട്ടും. ഇനി ഇത് ബാക്ക് പാർട്ട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ 2 പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ മടക്കി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് 8.5 ഇഞ്ച് വീതിയിൽ വേണം തുണി എടുക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ഇവിടെ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ 2 സൈഡിലും ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സൈഡിൽ വീതിയിൽ ഇത്രയും തുണി നമ്മൾ അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 4ആയി മടക്കിയെടുക്കുകയാണ്. തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ.
10 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത്. അപ്പോൾ 1 ഇഞ്ച് ചേർത്തിട്ട് 11 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് ലെങ്ത്തിനോട് 1 ഇഞ്ച് ആഡ് ചെയ്തു. നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 11 ഇഞ്ച് തന്നെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു 3.5 ഇഞ്ച് മോൾ കർവിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 8.5 വേണ്ടത്. അത് ഇവിടെ അധികമൊന്നും പാടില്ല, ഇവിടെ കറക്റ്റ് തന്നെ വേണം. 8.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടണം. അപ്പോൾ ഇതാ ഈ മുകളിൽ പോയിൻ്റ് മാർക്ക് ചെയ്തോടത്ത് നിന്ന് കറക്റ്റായിട്ട് ഈ 3.5 മാർക്ക് ചെയ്തതിൻ്റെ അവിടേക്ക് 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഹാഫ്, 8.5യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 5.5 എടുത്തു. 5.5യിലും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 5.5യിലേക്ക് ഈ 8.5 മാർക്ക് ചെയ്തോടത്ത് നിന്ന് താഴത്തേക്ക് വരയ്ക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ സീം എലവൻസ് ആഡ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ വരയ്ക്കാൻ പോവാണ്. ആം ഹോൾ കർവ് വെച്ചിട്ടാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. ഇതാ ആം ഹോൾ കർവ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങോട്ട് വരച്ചെടുത്തു. ഇനി ഇതൊരു തിരിച്ച് വെച്ചിട്ട് ഇതാ വരച്ച് നിർത്തിയതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോള് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആം ഹോള് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണമെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 8.5 തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ആ പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് 8.5 തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാ ഈ കൈയുടെ ജോയിൻറ്റ് നമുക്ക് 8.5 വരണതിൻ്റെ അവിടെ നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ 2 പീസ് എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്കിങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കണം കറക്റ്റ് ഈ 2 പീസ് മാത്രമേ വരാവുള്ളൂ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്ലീവിന് ചുളിവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ 4 മടക്കി ഞാൻ മെയിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സെൻറ്ററൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം, ലെങ്ത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കണം, ഉള്ളിലത്തെ തുണി കയറിയിരിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ക്ലോത്തിലും ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കാണാം.